السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൗന്ദര്യം അതെത്രയോ വലുതായിരുന്നു. ലോകത്തൊരു വസ്തുവിനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ സൗന്ദര്യമില്ലായിരുന്നില്ല എന്ന് നേരിൽ മുത്തുനബിയെ കാണാനും അനുഭവിക്കാനും സൗഭാഗ്യം ലഭിച്ച മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നമ്മോട് പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതുപോലെ, അവിടത്തെ ബഹുമാനിച്ചതുപോലെ, ആദരിച്ചതുപോലെ ഒരു ജനതയും ഒരു നേതാവിനെയും അംഗീകരിച്ചതായി ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർവ്വ വസ്തുക്കളും സർവ്വ കാര്യങ്ങളും അവിടുത്തെ മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഒപ്പിയെടുത്ത് ലോകത്തോട് അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ നടത്തം, അവിടുത്തെ ഇരുത്തം, അവിടുത്തെ സംസാരം, അവിടുത്തെ പെരുമാറ്റം, അവിടുത്തെ ചിരി, അവിടുന്ന് മഹാന്മാരാകുന്ന സ്വഹാബത്തിനോടൊക്കെ ഇടപഴകിയിരുന്നത്, കുടുംബത്തോട് ഇടപഴകിയിരുന്നത്, കുടുംബത്തിലായിരുന്നപ്പോൾ ഏതു രൂപത്തിലായിരുന്നു അവരോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹവസിച്ചിരുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ബന്ധപ്പെടുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അത് മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പകർത്തുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും മുത്തുനബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത് അവർക്ക് വല്ലാത്ത സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. ആ വർണ്ണനകൾ, മുത്തുനബിയുടെ മുഖത്തിൻ്റെ വർണ്ണനകൾ മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പലരും പല രൂപത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയുടെ സ്വഹാബാക്കളിൽപ്പെട്ട, അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞത്, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഭംഗിയുള്ളതായി ഒരു വസ്തുവിനെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ളത് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുഖം തന്നെയാണ്. കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി. സൂര്യനുണ്ടല്ലോ, വെട്ടിത്തിളങ്ങുന്ന ആ സൂര്യൻ, സുന്ദരനായ സൂര്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിലൂടെ ഇങ്ങനെ ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അതിന് മാത്രം ഭംഗിയുള്ള ആളായിരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അനുഭവം പറയുന്നുണ്ട്. ഇതുപോലെ ഓരോ സ്വഹാബത്തും മുത്തുനബി തങ്ങളുടെ ഓരോ അവയവത്തെക്കുറിച്ചും വ്യക്തമായും നമ്മോട് പറഞ്ഞു തന്നതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ നമുക്ക് സാധ്യമായാൽ അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കാൻ അത് കാരണമായി തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക, അവിടുത്തെ ധാരാളം മദ്ഹുകൾ പാടുക, പറയുക, പ്രചരിപ്പിക്കുക. ഇതുവഴി മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് നമ്മുടെ മനസ്സിൽ വർദ്ധിക്കാൻ അത് കാരണമായി തീരും. കാരുണ്യവാനായ റബ്ബ് മുത്ത് ഹബീബിൻ്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാനും അവിടത്തെയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനൊക്കെയുള്ള വലിയ ഭാഗ്യം നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.